കുടിക്കലില്ലല്ലോ, ജഗ്ഗൊന്നും കാണുന്നില്ലല്ലോ. ഓള് ഇവിടെ ഇല്ലായിരിക്കും, ഓളെ ഒച്ചൊന്നും കേൾക്കുന്നില്ലല്ലോ. പൊന്നോ പൊന്നോ, ഇത്തിരി വെള്ളം തരുമോ പൊന്നോ? ഇവിടെ ജഗ്ഗൊന്നും കാണുന്നില്ലല്ലോ. ഓ തള തുടങ്ങിയല്ലോ, മനുഷ്യനൊരു സ്വൈര്യം തരില്ല. വെള്ളം വെള്ളം വെള്ളം. ഇന്നലെ ജഗ്ഗ് അങ്ങോട്ട് എടുത്തുണ്ടോ ഇനിയോ പൊന്നോ? ആ ജഗ്ഗ് ഞാൻ ഇങ്ങോട്ട് എടുത്തുണ്ട്, ഇപ്പൊ കൊണ്ടുതരാം. ഈ വെള്ളത്തിന് ദാഹിക്കുന്നു. ഇതാ വെള്ളം. അയ്യോ, ഗ്ലാസ് ഒന്നും ഇല്ല മോളെ, ഗ്ലാസ് ഒന്നും ഇല്ലല്ലോ ഇവിടെ. എനിക്ക് ഇതോടെ കുടിക്കാൻ പറ്റൂല. ഇന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. നിങ്ങൾക്ക് എന്താ ഈ ജഗ്ഗിൽ കുടിച്ചാല്? നിങ്ങൾക്ക് ഇവിടുന്ന് വെള്ളം വെള്ളം വിളിച്ചു പോയാൽ മതി. ഇവിടെ എല്ലാ പണിയും കഴിഞ്ഞൊന്ന് ഇരിക്കുമ്പോഴായിരിക്കും. ആന്നേ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോ, ഞാനായിട്ട് ഞങ്ങളങ്ങനെ നോക്കുന്നത് അല്ല. പിന്നെ ഏത് നേരം മനുഷ്യനെ വെറുപ്പിച്ചോണ്ടിരിക്കാം. വേണേ ജഗ്ഗ് കുടിക്കി. അല്ല പിന്നെ ദൈവമേ, ഇങ്ങനെ ഒരാളെ ആക്കല്ലേ. എനിക്കിങ്ങനെ വയ്യാണ്ടായിട്ടല്ലേ ഇതൊക്കെ കേൾക്കുന്നത്. ഞാൻ എന്തിനാണ് വേഗം വെച്ചോണതാണ് നല്ലത്. ആളിങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്തരുതേ, ആരും നോക്കാനില്ലേ. ഉണങ്ങിയില്ലേ? ഏട്ടനാണല്ലോ. ഹലോ, ആ ഏട്ടൻ നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അതേട്ടാ, ഞാനേ അമ്മയ്ക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടി പോയപ്പോഴേക്കും ഞാൻ ചാർജിലിട്ടായിരുന്നു. ഞാൻ കേട്ടില്ല. ആ ഓ ഏട്ടാ, അമ്മക്കൊരു കുഴപ്പമില്ല. ഞാൻ നല്ലോണം നോക്കുന്നു, ഏട്ടൻ അറിഞ്ഞൂടെ? ഓ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. ഭക്ഷണവും വെള്ളവും ഒക്കെ സമയാസമയത്ത് ഞാൻ കൊടുക്കുന്നുണ്ട്. അതിനൊന്നും നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. ഇതൊക്കെ ആലോചിച്ച് വെറുതെ ചാടിക്കയറി പുറപ്പെട്ട് വേഗം പോരണ്ട അങ്ങോട്ട്. ഇതൊക്കെ ഞാൻ നല്ലോണം ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇല്ല, കുഴപ്പമൊന്നുമില്ല. അമ്മയ്ക്ക് കൊടുക്കാനോ? അതേട്ടാ, അമ്മ ഉറങ്ങിണ്ടാവും. എന്താ വെച്ചാല് നേരത്തെ വെള്ളം ചോദിച്ചിനല്ലോ, അപ്പൊ വെള്ളം കുടിച്ച് കഴിഞ്ഞപ്പോ കിടക്കുന്നുണ്ട്. ഇപ്പൊ ഉറങ്ങിണ്ടാവും. വെറുതെ എന്തിനാ ബുദ്ധിമുട്ടിക്കുന്നത്? ഞാനാണെ പുറത്താണല്ലോ, ആറിട്ട് എടുക്കാൻ വേണ്ടി പുറത്തേക്ക് വന്നാ. അത് കുഴപ്പമില്ല. ഇപ്പം വെറുതെ ഇനി അമ്മനെ വിളിച്ച് ബുദ്ധിമുട്ടിക്കണ്ടല്ലോ. ഇനി ഏട്ടൻ വിളിക്കുമ്പോ ഞാൻ കൊടുക്കണ്ട്. രാത്രി വിളിക്കേട്ടാ. ശരി. പിന്നെ അമ്മനോട് സംസാരിക്കാൻ, എന്നിട്ട് വേണം ആ തള്ള എല്ലാ കാര്യവും മോൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കാൻ. അങ്ങനെ ഇപ്പൊ അമ്മയും മോനും സംസാരിക്കണ്ട. ഈ സൂക്കേട്ടുള്ള തള്ളനെ ഇനി എത്ര കാലം നോക്കേണ്ടി വരുമോ ആവും. എനിക്കാവൂല, എന്നാലും ഒരു കഷ്ടാണ്. ജീനേച്ചി ആസ്പത്രിയിലൊന്നും പോയിട്ടില്ലായിരിക്കും. പൊന്നോ പൊന്നോ പൊന്നോ. ശോഭനയുടേതാണല്ലോ. അമ്മേന്റെ വിവരം അറിയാൻ വന്നേക്കും. ആദ്യം പെണ്ണുങ്ങളോടെ പിടിച്ചു നിർത്താം, എന്നിട്ട് അമ്മനോട് പോയി പറഞ്ഞിട്ടെ, എന്നിട്ട് കയറ്റിയാൽ മതി. ശോഭനടുത്തിയേ, ഞാൻ ആറിട്ടെടുക്കാൻ വന്നേനു. നിങ്ങളെപ്പോ വന്ന്? പൊന്നോ, ഞാനിപ്പൊ അങ്ങോട്ട് വന്നിട്ടേ ഉള്ളൂ. അമ്മേന്റെ വിവരം അറിയാൻ വന്നേനു. എങ്ങനെയുണ്ട് അമ്മക്ക്? അമ്മക്കിപ്പൊ കുഴപ്പമൊന്നുമില്ല. ഭക്ഷണമൊക്കെ ഇപ്പൊ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്, വെള്ളവും കുടിക്കുന്നുണ്ട്. വല്ലാത്തൊരു കഷ്ടായി പോയി. എന്താ ചെയ്യാൻ? അതന്നെ, ഓരോരുത്തരെ വിധി, അല്ലാണ്ട് എന്ത് പറയാനാ. പിന്നെ ഇപ്പൊ 1.5 കൊല്ലായില്ലേ അമ്മ ഇങ്ങനെ കിടക്കുന്നു. മാറിയായിരിക്കും വേഗം. മരുന്നൊക്കെ അല്ലേ? മരുന്നൊക്കെ ഉണ്ട്. ഒരു കൊല്ലം കൂടിയൊക്കെ ഇങ്ങനെ കിടക്കേണ്ടിയിരുന്നാ പറഞ്ഞത്. നോക്കലുണ്ട്, അമ്മയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു കൊടുക്കുന്നതാ. ഇനിയിപ്പൊ എന്താക്കാനാ. അമ്മ ഇനി ഉറങ്ങാണോന്ന് അറിയില്ല. നിങ്ങൾ ഇവിടെ ഇരിക്കും, ഞാൻ അമ്മനെ വിളിച്ചിട്ട് വരാം. പോയി നിങ്ങൾ ഇവിടെ ഇരുന്നോളി. നോക്കി, ശോഭനടുത്ത് വന്നവിടെ കുത്തിരിക്കുന്നുണ്ട്. ശോഭനടുത്ത് പലതും കുത്തി കുത്തി ചോദിക്കും. വേണ്ടാത്ത എന്തെങ്കിലും കാര്യം പറഞ്ഞു കൊടുത്താ അറിയാലോ. ഞാനൊന്നും പറയില്ല മോളെ, ഒന്നും പറയുന്നില്ല. മോളെ നല്ലോണം നോക്കുന്നതേ ഞാൻ പറയുള്ളൂ. ഒന്നും പറയാണ്ടിരുന്ന നിങ്ങൾക്ക് നല്ലത്. ഒരു കാര്യവും പറയില്ല ഞാൻ. പേടിക്കണ്ട. എനിക്കങ്ങനത്തെ പേടിയൊന്നുമില്ല. പിന്നെ
ആയമ്മ പലതും ചോദിക്കും. നിങ്ങൾക്ക് അറിയാലോ ആ ശോഭനത്തിന്. ഒരു കാര്യം തുറന്ന് പറഞ്ഞു പോരുത്. ഇങ്ങനെ ജീവിക്കണം, ഇങ്ങനെങ്കിലും മര്യാദയ്ക്ക് പോകണമെന്നുണ്ടെങ്കിൽ എന്റെ തനി സ്വഭാവം ഞാൻ പുറത്തെടുക്കും, പറഞ്ഞേക്കാം. ശോഭനേച്ചി, അമ്മ എണീച്ചിക്ക് അകത്തേക്ക് വന്നോളി. ജീനേച്ചിയെ ഞാൻ എപ്പോഴും വിചാരിക്കും നിങ്ങളൊന്ന് കാണാൻ വരണമെന്ന്, തീരെ വരാൻ കഴിയുന്നില്ല. അതൊന്നും സാരില്ല ശോഭ, ഇനി ഇവിടെ ഇരുന്ന് നമുക്ക് കുറച്ച് വർത്താനൊക്കെ പറഞ്ഞിട്ട് പോകാം. ഇരിക്കാനൊന്നും നേരം ഇല്ല ജീനേച്ചിയെ, എന്നാലും 2 വർത്താനം പറഞ്ഞിട്ട് പോകാം. എന്തൊക്കെ ഉണ്ട് ശോഭ എന്റെ വിശേഷങ്ങളൊക്കെ? അമ്മേ, നിങ്ങൾക്ക് ലേശം കഞ്ഞി എടുക്കട്ടെ? നിങ്ങൾ കുറെ നേരമായില്ലേ വെള്ളമൊക്കെ കുടിച്ചിട്ട്? കുറച്ചെടുക്കട്ടെ? വേണ്ടോളെ. ഇതാണ് ശോഭയെടുത്തി, എത്ര ഫുഡ് കഴിക്കാൻ പറഞ്ഞാലും അമ്മ ഇങ്ങനെ വേണ്ട വേണ്ട എന്ന് പറയും. ഇപ്പൊ ഞാൻ നോക്കുന്നില്ല എന്നല്ലേ വിചാരിക്കുക? ഇങ്ങനെ വെള്ളം കുടിക്കാണ്ടിരുന്നാല് ക്ഷീണായി പോകും, ആസ്പത്രിയിലൊക്കെ കിടക്കേണ്ടി വരും. ഇപ്പൊ ഒന്നും വേണ്ട. ആരോട് പറയാൻ? അല്ല ശോഭയെടുത്തിക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുക്കട്ടെ? ചായ എടുക്കട്ടെ? എനിക്ക് ചുമയാണ്, എനിക്ക് തൊണ്ടക്കെന്തോ ഒരു അലമ്പ്. അത് സാരില്ല, കുറച്ച് ചായ അടിക്കാം. ആ, ഞാൻ ഇപ്പൊ ചായ എടുക്കാം. നിങ്ങള് പറഞ്ഞില്ലേ? ആ ആയിക്കോട്ടെ, നിങ്ങൾ കഥ പറഞ്ഞിരുന്നോളൂ, ഞാൻ എന്നാ ചായ എടുക്കട്ടെ. ജീനേച്ചി, ഞങ്ങൾ ഇങ്ങനെ വേജാറാകൊന്നും വേണ്ട. നിങ്ങൾക്ക് നല്ലൊരു മരുവോളിയാണ് കിട്ടിയത്. ഇങ്ങനെയൊന്നും ആരും നോക്കൂല ജീനേച്ചി, ഞങ്ങളെ മരുവോളായിട്ട് ഞങ്ങളെ നല്ലോണം നോക്കുന്നത്. അതൊക്കെ ഞാൻ പറഞ്ഞു ശരിയാ ശോഭ, ഓള് ഞാൻ നല്ലോണം നോക്കുന്നുണ്ട്. എല്ലാ ഭക്ഷണ കാര്യത്തിലൊക്കെ നല്ലോണം റെഡിക്ക് ഓള് കൊണ്ടുതരുന്നുണ്ട്. ഇക്കാര്യത്തിലൊന്നും എനിക്ക് ഒരു ബേജാറില്ല ശോഭ, അങ്ങനെ കിടന്നു പോയല്ലോ എന്നുള്ളൊരു ബേജാറ് മാത്രമേ ഉള്ളൂ. അതൊന്നും സാരമില്ല ജീനേച്ചിയെ, സുഖെടുപ്പ് എല്ലാവർക്കും വരൂലേ. നിങ്ങൾ വെറുതെ ഓരോന്ന് ചിന്തിച്ച് കൂട്ടണ്ട ജീനേച്ചെ, സമാധാനത്തിലിരിക്കി. എനിക്ക് അങ്ങനത്തെ സമാധാനക്കേടൊന്നുമില്ല ശോഭെ. ദൈവം വെച്ച കാലം വരെ ജീവിക്കുക, അല്ലാണ്ട് വേറെ വഴിയില്ലല്ലോ. എന്നാലും ആയിക്കോട്ടെ ജീനേച്ചിയെ, ഞാൻ എപ്പോഴെങ്കിലും വരാൻ പോട്ടെ. അല്ല അങ്ങനെ ആയിക്കോട്ടെ ശോഭ, ഇനി പോട്. പൊന്നോ, ചായ എടുക്കണ്ടേ? ഞാൻ പോട്ടെ. ആ ശോഭേച്ചി പോവാ, ചായ എടുത്തിനു പോയോ? വലിയ ഉപകാരം അല്ലേ, താര് ചായ എടുക്കുന്നു. കാലം ഒരിക്കൽ തിരിച്ചു നൽകുമെന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ തന്നെ ആവുന്ന കാലത്ത് ചെയ്യുന്ന പാപങ്ങൾക്ക് തിരിച്ചടി നൽകാൻ കാലം ഒരിക്കലും മറന്നു പോവില്ലെന്നുള്ള സത്യം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയാൽ നല്ലത്. അടുത്ത വീഡിയോ കാണുന്നവരെ സൈനിങ് ഓഫ് മിനു സ്റ്റോക്സ്. താങ്ക് യു ഫോർ വാച്ചിങ്.